ഹരിയോം കൽക്കിരുവകളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്ക് ശിലായപ്പന്റെ പ്രണാമം. നമ്മളിപ്പോൾ ശ്രീ കൽക്കിരാമന്റെ ത്രയോദശ സിദ്ധാന്തത്തിലെ 5ാമത്തെ സിദ്ധാന്തം പഠിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 4 സിദ്ധാന്തങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1ാമത്തെ സിദ്ധാന്തം ഏക മഹാദൈവ സിദ്ധാന്തമായിരുന്നു. പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവ് മാത്രമേ ഉള്ളൂ, നാരായണനാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. 2ാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് സുപ്രീം ദൈവമായ നാരായണന്റെ അസ്തിത്വ സിദ്ധാന്തമാണ്. ഭഗവാന് ഊർജ്ജരൂപിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന് ഊർജ്ജരൂപിയായതിനാൽ ഭഗവാന് ജനനവുമില്ല, മരണവുമില്ല, നാശവുമില്ല. 3ാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ഭഗവാന്റെ സർവ്വവ്യാപിത്വ സിദ്ധാന്തമാണ്. അതിൽ നമ്മൾ പഠിച്ചത് പ്രകാശം എങ്ങനെ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്നു, സൂര്യപ്രകാശം എപ്രകാരം പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്നു, അപ്രകാരം ഭഗവാന്റെ ഊർജ്ജം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു. 4ാമത്തെ സിദ്ധാന്തം നമ്മൾ പഠിച്ചത് നരനാരായണ സിദ്ധാന്തമാണ്. അതിൽ മനുഷ്യനും ഈശ്വരനും അല്ലെങ്കിൽ മനുഷ്യനും ദൈവവും ഒന്നാകുന്നു എന്നാണ് പഠിച്ചത്. അതിൽ നരനും നാരായണനും ഒന്നാകുന്നു, മാനവനും മാധവനും ഒന്നാകുന്നു. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഇനി 5ാമത്തെ സിദ്ധാന്തം എന്ന് പറയുന്നത് ത്രിമൂർത്തിത്വ ത്രിഗുണാത്മക സിദ്ധാന്തം എന്നാണ്. ഭഗവാൻ നാരായണ ഊർജ്ജമാണ് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഭഗവാന് 3 രൂപത്തിൽ ഭഗവാന്റെ ഊർജ്ജം 3ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. ഇത് സനാതന ധർമ്മത്തിൽ ഇതിനെ വിഷ്ണുവെന്നും ബ്രഹ്മാവെന്നും മഹേശ്വരനെന്നും മറ്റ് എബ്രഹാമിക് മതങ്ങളിൽ അതിനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ അതിനെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ എന്ന് പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ്. സിദ്ധാന്തമായ ത്രിമൂർത്തിത്വ ത്രിഗുണാത്മക സിദ്ധാന്തം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്. ജഗത്പിത നാരായണന്റെ ഊർജ്ജം അഥവാ ശക്തി 3ആയി പിരിഞ്ഞിരിക്കുന്നു. അത് പോസിറ്റീവ്, നെഗറ്റീവ്, ന്യൂട്രൽ എന്നീ 3 നിലകളിൽ മനുഷ്യരിലും മറ്റ് ചരാചരത്തിലും കാണപ്പെടുന്നു. പോസിറ്റീവ് ഊർജ്ജത്തെ വിഷ്ണുവെന്നും നെഗറ്റീവ് ഊർജ്ജത്തെ ശിവനെന്നും ന്യൂട്രൽ ഊർജ്ജത്തെ നാം ബ്രഹ്മാവെന്നും വിളിക്കുന്നു. ഇവരെയാണ് നമ്മൾ ത്രിമൂർത്തികൾ എന്ന് പറയുന്നത്. മനുഷ്യരിലും മറ്റ് ജീവജാലങ്ങളിലും ഈ 3 കണങ്ങൾ നമുക്ക് കാണപ്പെടാം. വിഷ്ണു കണങ്ങള്, ബ്രഹ്മകണങ്ങള്, ശിവകണങ്ങള്. അതുപോലെ തന്നെ ജീവനില്ലാത്ത നമുക്ക് ഈ 3 കണങ്ങൾ കാണാം. അവയെ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണും ന്യൂട്രൽ ചാർജുള്ള ന്യൂട്രോണുമായിട്ട് കാണാവുന്നതാണ്. ത്രിമൂർത്തികളെ തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നും അറിയപ്പെടുന്നു. ഈ പറയുന്ന ആളുകളെല്ലാം തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാ അഥവാ വിഷ്ണു ബ്രഹ്മ മഹേശ്വരൻ ഇവരെല്ലാം മനുഷ്യർ മാത്രമാണ്. മനുഷ്യന്റെ 3 തരം ഗുണങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മള് ദേവീ ദേവതാ സങ്കല്പങ്ങള് നിർണ്ണയിക്കുന്നത്. അപ്പം മനുഷ്യന്റെ 3 തരം ഗുണങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആ ഗുണങ്ങൾ അനുസരിച്ചാണ് ഒരാൾ ബ്രഹ്മാവാണോ വിഷ്ണുവാണോ മഹേശ്വരനാണോ തിരിച്ചറിയുന്നത്. വിഷ്ണു എന്ന് പറഞ്ഞാൽ നന്മയാണ്, അഹിംസയാണ്, മറ്റൊന്നിനെയും കൊല്ലരുത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ പ്രേമത്തോടും വിനയത്തോടും ഭക്തിയോടും കൂടി സഞ്ചരിക്കുന്ന ആളുകളാണ് വിഷ്ണു എന്ന് അറിയപ്പെടുന്നത്. ഇവർ നന്മയുള്ളവരാണ്. ഇവരെ സാത്വികന്മാരെന്ന് പറയും. 2ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് ബ്രഹ്മാവാണ്. ഇവരെ രാജസ സ്വഭാവം ഉള്ളവരെന്നാണെന്ന് പറയുന്നത്. രാജസ സ്വഭാവം എന്ന് പറഞ്ഞാൽ മതേതര സ്വഭാവമാണ്. എല്ലാത്തിനെയും തുല്യമായി കാണുകയും മിശ്ര ഗുണത്തോടെ എല്ലാ ഗുണങ്ങളും ചേർന്നിരിക്കുന്ന ആളുകളാണ് ബ്രഹ്മാവ്. ഇവർ രാജസ്ഥന്മാരെന്ന് പറഞ്ഞാൽ 3ാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ശിവനാണ്. അത് തിന്മയുള്ളവരാണ്. കാമവും ക്രോധവും അഹങ്കാരവും ഉള്ള താമസന്മാരാണ്